പൊതുവെ നമ്മുടെ സമൂഹത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരെ കാണാറുണ്ട്. ആദ്യത്തെ വിഭാഗത്തിലുള്ളവർ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരും, രണ്ടാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നവരും. ഈ രണ്ടാമത്തെ വിഭാഗക്കാരുണ്ടല്ലോ കൂടുതലായിട്ടും നമ്മൾ കാണുക, നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പേഷ്യൻസ് ആണ് ഇത്തരക്കാരെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. കാരണം അവർ വന്നിട്ട് നമ്മളോട് പറയുന്ന കഥകൾ ഒരുപക്ഷേ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് മരണപ്പെട്ടു പോയവരുടെ കഥകളോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ കഥകളോ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരുടെ കഥകളോ ഒക്കെ ആയിരിക്കും അവർ നമ്മളോട് ആദ്യമേ സംസാരിക്കുക. ഇത് കേട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ നിരാശയുടെ അങ്ങേയറ്റം എന്ന് പറയാൻ നിരാശയുടെ പടുകുഴിയിൽ വീഴുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്തരക്കാരുടെ വാക്കുകളിൽ ഒരിക്കലും വീണു പോകരുത്. നമ്മൾ അവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞാൻ എന്താണ് ഇനിയും മുന്നോട്ട് തന്നെ പോവും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായങ്ങൾ ഞാൻ ഇനിയും എഴുതി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അവരെ നേരിടേണ്ടത്. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാറി എന്ന് കരുതി ലോകം മുഴുവൻ മാറ്റിമറിക്കാനും നമുക്ക് ഒരുപക്ഷെ കഴിയുന്നു വരില്ല. നമുക്ക് കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ സ്വയം മാറിയാൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം മാറാൻ ശ്രമിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ലോകമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ലോകമെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയും. ബി ഹാപ്പി ഓൾവേസ്.